ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് ഫോം ഷീറ്റ് കൊണ്ട് എങ്ങനെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാമെന്ന്. അപ്പം ഫോം ഷീറ്റ് പുറമേ നല്ല ഭംഗിയുണ്ടാവും. അപ്പം ഗ്ലിറ്ററിങ്ങുള്ള ഫോം ഷീറ്റാണ് എടുത്തത്. അപ്പം ഉള്ളിൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഗിൽറ്റ് വെച്ചിട്ട് ഭംഗിയാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ വീഡിയോയിലോട്ടേക്ക് പോവാം. നമ്മൾ ഫോം ഷീറ്റ് എടുത്തുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം അതിൽ നമ്മൾ വരച്ച് കൊടുക്കണം. അപ്പോൾ ഞാനൊരു ഓറഞ്ച് കളർ ഫോം ഷീറ്റാണ് എടുത്തത്. അതിൻ്റെ ഉൾവശത്താണ് ഞാൻ വരയ്ക്കുന്നത്. അപ്പോൾ നന്നായി വരച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യണം. ഈ പെറ്റൽസിന് വേണ്ടിയിട്ടാണ് വരയ്ക്കുന്നത്. അപ്പം നമുക്ക് പെറ്റൽസിന് ഞാനിപ്പോൾ ഉൾവശത്ത് വരച്ചിട്ട് അത് നമുക്ക് കുറേ പെറ്റൽസ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഒരു പെറ്റൽസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറേ പെറ്റൽസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ഷേപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. പല ഷേപ്പിൽ നമുക്ക് പെറ്റൽസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊരു ഷേപ്പ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ടത് കട്ട് ചെയ്യണം. ഇനി ഉൾവശം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് ഗിൽറ്റ് പേപ്പറായിട്ടാണിത്. അപ്പം അത് മടക്കിയിട്ട് എങ്ങനെയായാലും മടക്കിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മടക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് മടക്കിയിട്ട് ഈ ആകൃതിയിലാണ് കട്ട് ചെയ്തത്. അപ്പോൾ ഈ ആകൃതിയിൽ കുറച്ച് ചെറുതാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. കാരണം ഉള്ളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് അതേപോലെ ആക്കിയാൽ അത്ര ഭംഗി തോന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് ചെറുതാക്കി കട്ട് ചെയ്യണത്. എന്നിട്ട് ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കണം. ഞാൻ ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കുകയാണ്. അപ്പോൾ അത് ഓറഞ്ച് കളറ് മുകളിൽ വരുന്നതൊക്കെ രീതിയിൽ വേണം ഒട്ടിക്കാൻ. ഇനി ഒരു കമ്പി എടുത്തിട്ട് ഇതുപോലെ പോളഗ്രീനൊക്കെ വെച്ചിട്ട് പെറ്റൽസൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കുക. എന്നിട്ട് നമ്മൾ പച്ച ഓർഗാനിക് തുണി എടുത്തിട്ട് ചുറ്റി ഭംഗിയാക്കി വെക്കണം. നമ്മുടെ ഇവിടെ പൂ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഫ്ലവർ വേസ് ആണത്. അപ്പം ഫ്ലവർ വേസിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫോം ഷീറ്റ് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. Thanks for watching.